ദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 20-ാമത്തെ അധ്യായം. പൃഥു മഹാരാജാവിന്റെ യാഗവേദിയിൽ വിഷ്ണു ഭഗവാന്റെ പ്രത്യക്ഷപ്പെടൽ. ശ്ലോകം 24 മുതൽ 28 വരെ വായിക്കാം. ന കാമയേനാഥ തദപ്യഹം ക്വചിത് ന യത്ര യുഷ്മച്ചരണാംബുജാസവാ മഹത്തമാന്തർഹൃദയാന്മുഖച്യുതോ വിദത്സ കർണായുധമേഷ മേ വരഃ. സ ഉത്തമ ശ്ലോകമഹന്മുഖച്യുതോ ഭവത്പദാംഭോജസുധാഗണാനില സ്മൃതിം പുനർവിസ്മൃതതത്വവർത്മനാം കുയോഗിനാം നോ വിതരത്യലം വരേ. യശ ശിവം ശുശ്രവ ആര്യസംഗമേ യദൃച്ഛയാ ചോപശൃണോതി തേ സകൃത് കഥം ഗുണജ്ഞോ വിരമേദ്വിനാ പശും ശ്രീയത് പ്രവവ്രേ ഗുണസംഗ്രഹേച്ഛയാ. അധാപജേ ത്വാഖില പുരുഷോത്തമം ഗുണാലയം പത്മകരേ വലാലസ അപ്യാവയോരേകപതി സ്പൃധോ കലി ന സ്യാത് കൃതത്വച്ചരണൈകദാനയോ. ജഗജ്ജനന്യാം ജഗദീശ വൈശസം സ്യാദേവ യത്കർമ്മണി ന സമീഹിതം കരോഷി ഭൽഗപ്യുരുദീനവത്സല സ്വ ഏവ ധിഷ്ണേഭിരതസ്യ കിം തയാ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. രമാഭായി മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 20. പൃഥു മഹാരാജാവിന്റെ യാഗവേദിയിൽ വിഷ്ണു ഭഗവാന്റെ പ്രത്യക്ഷപ്പെടൽ. ശ്ലോകം 24. ന കാമയേ നാദ തദപ്യഹം ക്വചിത് ന യത്ര യുഷ്മച്ചരണാംബുജാസവ മഹത്തമാന്തർഹൃദയാന്മുഖച്യുതോ വിദ്വത്സകർണായുധമേഷ മേ വരാ. വ്യർത്ഥനം. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, ആയതിനാൽ അങ്ങയുടെ പാദപങ്കജങ്ങളിലെ അമൃതിന്റെ മധുരമില്ലാത്ത ഒരു വരം, അങ്ങയുടെ അസ്തിത്വത്തിൽ അലിഞ്ഞു ചേരുന്ന വരം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കുറഞ്ഞ പക്ഷം 1 ദശലക്ഷം കാതുകൾ ഉണ്ടാകാനുള്ള വരം ലഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയായാൽ അങ്ങയുടെ പരിശുദ്ധ ഭക്തന്മാരുടെ വായ്കളിൽ നിന്ന് അങ്ങയുടെ പാതാരവിന്ദങ്ങളെ കുറിച്ച് ഉതിരുന്ന മഹത്വങ്ങൾ അത്രയും കാതുകളിലൂടെ എനിക്ക് ശ്രവിക്കാൻ കഴിയും. ശ്ലോകം 25. സ ഉത്തമ ശ്ലോകമഹന്മുദച്യുതോ ഭവത്പദാംബോജസുധാഗണാനില സ്മൃതിം പുനർവിസ്മൃത തത്വവത്മനാം കുയോഗിനാം നോ വിതരത്യലം വരൈഹി.
വർത്തനം. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, മഹത് വ്യക്തികൾ തെരഞ്ഞെടുത്ത ശ്ലോകങ്ങളാൽ അങ്ങയെ സ്തുതിക്കുന്നു. അത്തരം സ്തുതികൾ അങ്ങയുടെ പാദപങ്കജങ്ങളിലെ കുങ്കുമപ്പൂവിന്റെ കണികകൾ പോലെയാണ്. മഹാഭക്തന്മാരുടെ വക്ത്രങ്ങളിൽ നിന്നുള്ള അതീന്ദ്രിയ സ്പന്ദനങ്ങൾ അങ്ങയുടെ പാദാരവിന്ദങ്ങളിലെ കുങ്കുമ സൗരഭം വഹിച്ചു കൊണ്ടുവരുമ്പോൾ വിസ്മൃതിയിലാണ്ട ജീവസത്ത ക്രമേണ അങ്ങുമായുള്ള അവന്റെ ശാശ്വത ബന്ധത്തിന്റെ സ്മരണയിലേക്ക് ഉണരും. ഭക്തന്മാർ അപ്രകാരം ക്രമാനുഗതമായി ജീവിതത്തിന്റെ മൂല്യത്തെക്കുറിച്ചുള്ള ശരിയായ നിഗമനത്തിലെത്തും. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, എനിക്ക് അതിനാൽ അങ്ങയുടെ ഭക്തന്മാരുടെ വായ്കളിൽ നിന്ന് ശ്രവിക്കുവാനുള്ള അവസരമൊഴിച്ച് മറ്റൊരു വരവും ആവശ്യമില്ല. ശ്ലോകം 26. യശശിവം സുസ്രവ ആര്യ സംഗമേ യദൃച്ഛയാ ചോപസൃണോതി തേ സകൃത് കഥം ഗുണജ്ഞോ വിരമേദ് വിനാ പശും പ്രവ്രേ ഗുണസംഗ്രഹേച്ഛയാ. വർത്തനം. അത്യുന്നത മഹിമയാർന്നവനായ എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, ഒരുവൻ പരിശുദ്ധ ഭക്തരുമായുള്ള സഹവാസത്താൽ ഒരിക്കലെങ്കിലും അങ്ങയുടെ കർമ്മങ്ങളുടെ മഹത്വങ്ങൾ കേൾക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അവൻ ഒരു മൃഗമല്ലെങ്കിൽ ഭക്തന്മാരോടുള്ള സംസർഗം ഉപേക്ഷിക്കില്ല. കാരണം ബുദ്ധിയുള്ള ഒരു വ്യക്തിയും അവരോടുള്ള സഹവാസം തള്ളിക്കളയാൻ മാത്രം ശ്രദ്ധ കെട്ടവരാകില്ല. അങ്ങയുടെ പരിമിതികളില്ലാത്ത കർമ്മങ്ങളുടെയും അതീന്ദ്രിയ മഹിമകളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗ്യദേവത പോലും അവിടുത്തെ മഹത്വങ്ങളുടെ കീർത്തനവും ശ്രവണവും സ്വീകരിച്ചിരുന്നു. ശ്ലോകം 27. അദാപജേത്വാഖില പുരുഷോത്തമം ഗുണാലയം പത്മകരേവലാലസ അപ്യാവയോരേക പതിസ്പൃതോ കലിർനസ്യാത് കുദചരണൈക താനയോ. വർത്തനം. ഇപ്പോൾ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ കയ്യിലൊരു താമരപ്പൂവേന്തിയ ഭാഗ്യദേവത സേവനം ചെയ്യുന്നത് പോലെ സേവനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭഗവത് പദം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ സർവ അതീന്ദ്രിയ ഗുണങ്ങളുടെയും സംഭരണിയാകുന്നു. ഞാനും ലക്ഷ്മി ദേവിയും ഒരേ സേവനത്തിൽ അതീവ ശ്രദ്ധയോടെ മുഴുകുമ്പോൾ ഞങ്ങൾ തമ്മിൽ കലഹമുണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു. ശ്ലോകം 28. ജഗജ്ജനന്യാം ജഗദീശ വൈശസം സ്യാദേവ യത്കർമ്മണിന സമീഹിതം കരോഷി ഫൽഗുപ്യരു ദീനവത്സല സ്വയേവ തീക്ഷ്ണേ അഭീരഥസ്യ കിം തയാ. എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ, ലോകത്തിന്റെ മാതാവും ഭാഗ്യദേവതയുമായ ലക്ഷ്മിക്ക് അങ്ങേയറ്റം പ്രിയങ്കരമായ സേവനത്തിന്റെ അതേ തലത്തിലേക്ക് ഞാൻ നുഴഞ്ഞു കയറുന്നതിൽ എന്നോട് കോപം ഉണ്ടാകുമോ എന്ന് ഞാൻ വിചാരിച്ചു പോകുന്നു. എങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായാൽ പോലും അങ്ങ് എന്റെ ഭാഗത്ത് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം സാധുക്കളോട് വളരെ താല്പര്യമുള്ളവനും അങ്ങയ്ക്ക് വേണ്ടിയുള്ള നിരർത്ഥകങ്ങളായ സേവനങ്ങൾ പോലും മഹാമനസ്കതയോടെ സ്വീകരിക്കുന്നവനുമാണ് അവിടുന്ന്. അതുകൊണ്ട് അവൾ ദേഷ്യത്തിലായാൽ പോലും അങ്ങ് അവളില്ലാതെ എന്തും നിർവഹിക്കാൻ സ്വയം പര്യാപ്തനാകയാൽ അങ്ങയ്ക്ക് ദോഷമൊന്നും ഭവിക്കില്ലെന്ന് ഞാൻ കരുതുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രമാഭായ് മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ പൃഥുമഹാരാജാവിന്റെ യജ്ഞഭൂമിയിൽ പ്രത്യക്ഷനായി. പൃഥുമഹാരാജാവിന്റെ പെരുമാറ്റത്തിൽ ഭഗവാന് വളരെയധികം സംതൃപ്തിയുണ്ടായി. ഭഗവാൻ സംപ്രീതനായതുകൊണ്ട് ഭഗവാൻ എന്ത് വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളാൻ പൃഥുമഹാരാജാവിനോട് ആവശ്യപ്പെട്ടു. പൃഥുവിന് വരം നൽകുന്നതിനു വേണ്ടി ഭഗവാൻ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി നിന്നു. അതുവരെ ഭഗവാൻ ആകാശത്തിലായിരുന്നു നിന്നിരുന്നത്. തന്റെ കൂടെ വന്നിട്ടുള്ള ഗരുഡന്റെ തോളിൽ
കൈവച്ചുകൊണ്ട് ഭഗവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി നിന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം പൃഥു മഹാരാജാവിനോട് എന്ത് വരം വേണമെങ്കിലും ആവശ്യപ്പെടാൻ ഭഗവാൻ പറഞ്ഞു. ആ സമയത്ത് പൃഥു മഹാരാജാവ് പറയുന്നതാണ് നമ്മുടെ ഇവിടെ വായിച്ചിട്ടുള്ളത്. പൃഥു മഹാരാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ, 23-ാമത്തെ ശ്ലോകത്തിൽ, അങ്ങയിൽ നിന്ന് യാതൊരു ഭൗതികമായിട്ടുള്ള വരവും എനിക്ക് ആവശ്യമില്ല. അങ്ങയുടെ ഭക്തന്മാരല്ലാത്തവർക്ക് പോലും, അസുരന്മാർക്ക് പോലും, അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങൾക്ക് പോലും ആവശ്യപ്പെടാതെ തന്നെ അങ്ങ് ഭൗതിക സൗകര്യങ്ങളെല്ലാം നൽകുന്നുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം, അവർക്ക് വിശ്രമിക്കാൻ ആവശ്യമായിട്ടുള്ള പാർപ്പിടം, അവർക്ക് ആവശ്യമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾ, ഇതെല്ലാം ഭഗവാൻ നൽകുന്നുണ്ട്. അത് ഭക്തിയുടെ ഫലമായി ലഭിക്കുന്നതല്ല, അവർക്ക് സ്വാഭാവികമായിട്ടും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വരം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങ് കൈവല്യപതിയാണ്, മോക്ഷം നൽകാൻ സാധിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ അങ്ങയിൽ നിന്ന് മോക്ഷം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മോക്ഷം ഭഗവാന്റെ ഭക്തന്മാർ അല്ലാത്തവർക്ക് പോലും മോക്ഷം ലഭിക്കും. അസുരന്മാർക്ക് പോലും ഭഗവാൻ മോക്ഷം കൊടുക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ മോക്ഷം ചോദിക്കുന്നില്ല. എന്താണ് പൃഥു മഹാരാജാവ് ചോദിക്കുന്നത് എന്നാണ് ഇവിടെ 24-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നകാമയേനാദതപ്യഹം ക്വചിത് നയത്ര യുഷ്മച്ചരണാംബുജാസവ മഹത്തമാന്തർഹൃദയാൻമുഖച്യുതോ വിധത്സ കർണായുധമേഷമേ വര. എനിക്ക് ആവശ്യമായിട്ടുള്ള വരം എന്താണ്? വിധത്സ കർണായുധം. ആയുധം എന്ന് പറയുന്നത് 1,000,000, 10 ലക്ഷം. 10 ലക്ഷം കർണങ്ങളാണ് എനിക്ക് വേണ്ടത്. 10 ലക്ഷം കർണങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെ കുറിച്ച് നിരന്തരം കേൾക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങയുടെ മഹത്വം ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്ന് ശ്രവിക്കുന്നതിന് വേണ്ടി 10 ലക്ഷം ചെവികളാണ് എനിക്ക് വേണ്ടത് എന്ന് പറയും. കാരണം ഭഗവാന്റെ മഹത്വത്തിന് അന്തമില്ല. അനന്ത ഭഗവാൻ 1000 നാവ് കൊണ്ട് ഭഗവാന്റെ മഹത്വങ്ങൾ കാലാകാലമായിട്ട് വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാലും അത് അവസാനിക്കുന്നില്ല. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ചെവികൾ എനിക്ക് ആവശ്യമാണ് അങ്ങയുടെ ആ മഹത്വം ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്ന് ശ്രവിക്കുന്നതിന് എന്ന് പൃഥു മഹാരാജാവ് ആവശ്യപ്പെട്ടു. മഹത്തമാന്തർ ഹൃദയാൻമുഖച്യുതം. ആരിൽ നിന്നാണ് ഭഗവാന്റെ മഹത്വം കേൾക്കേണ്ടത് എന്നും വളരെ വ്യക്തമായിട്ട് പൃഥു മഹാരാജാവ് പറയുന്നുണ്ട്. മഹത്തം അന്തർഹൃദയാൻമുഖച്യുതോ. ആരുടെ ഹൃദയത്തിലാണോ എപ്പോഴും ഭഗവാൻ ഇരിക്കുന്നത്? സദൈവ ഹൃദയേഷു വിലോകയന്തി എന്ന് ബ്രഹ്മാവ് പറയുന്നുണ്ട്. ഭഗവാന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഭഗവാൻ എപ്പോഴും ഇരിക്കുന്നു. പ്രേമാഞ്ജനച്ചുരിത ഭക്തി വിലോചനേന സദൈവ ഹൃദയേഷു വിലോകയന്തി. ഭഗവാനോട് പ്രേമമുള്ള ഭഗവാന്റെ ശുദ്ധഭക്തന്മാരുടെ ഹൃദയത്തിൽ ഭഗവാൻ എപ്പോഴും ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ശുദ്ധഭക്തന്മാരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഭഗവാനെ കുറിച്ചുള്ള വാക്കുകൾ, ഭഗവാന്റെ മഹത്വങ്ങൾ ശ്രവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഇത്രയും ചെവികൾ എന്ന് പറയുന്നത്. അങ്ങനെ ശ്രവിക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ ചരണാംബുജാസവം, ഭഗവാന്റെ ചരണാംബുജത്തിലുള്ള ഭഗവാന്റെ പാദത്തിൽ നിന്നും ഉതിർന്നു വരുന്ന ആ അമൃത കണികകൾ, മധുരം, ആ അമൃതത്തിന്റെ മധുരം നുകരാൻ എനിക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊന്നും വേണ്ട, ഭഗവാന്റെ പാദത്തിലെ അമൃതം നുകരാൻ സാധിക്കണം. എങ്ങനെയാണ് അമൃതം നുകരാൻ സാധിക്കുന്നത്? ഭഗവാന്റെ ശുദ്ധഭക്തന്മാരുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കുകൾ, ഭഗവാനെ കുറിച്ചുള്ള വാക്കുകളിൽ ആ മാധുര്യമുണ്ട്. അത് നുകരാൻ വേണ്ടി, അത് എങ്ങനെയാണ് നുകരുന്നത്? നാക്കിലൂടെയല്ല നുകരുന്നത്, അത് ചെവിയിലൂടെയാണ് നുകരുന്നത്. ആ മാധുര്യമായിട്ടുള്ള വാക്കുകൾ ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്ന് ശ്രവിക്കുന്നതിന് വേണ്ടി എനിക്ക് ആയുധം, കർണായുധമേഷമേ വരാം. ലക്ഷക്കണക്കിന്, ദശലക്ഷം കർണങ്ങൾ എനിക്ക് ആവശ്യമാണ് എന്നാണ് പൃഥു മഹാരാജാവ് പറയുന്നത്. അല്ല, ആയുധം എന്ന് പറയുന്നത് ദശലക്ഷമാണ്. നമുക്ക് ജ്ഞാനപാനയിലും കാണാൻ സാധിക്കും. 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമെങ്കില എന്ത് ആശ്ചര്യം എന്ന് ഉദാനം പറയുന്നുണ്ട്. അപ്പോൾ ആയുധം എന്ന് പറയുന്നത് ദശലക്ഷമാണ്. ദശലക്ഷം ചെവികൾ ഭഗവാന്റെ മഹാത്മ്യം ശ്രവിക്കുന്നതിനായിട്ട്
ആ ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഉതിർന്നു വരുന്ന മധുരമുള്ള അമൃതം നുകരുന്നതിന് വേണ്ടി എനിക്ക് ആവശ്യമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പൃഥു മഹാരാജാവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആരിൽ നിന്നാണ് ഭഗവാനെ കുറിച്ച് കേൾക്കേണ്ടത്? ഭഗവാന്റെ ശുദ്ധഭക്തന്മാരിൽ നിന്നാണ്. ഭഗവാനെ ആരാധിക്കുന്ന, ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമുള്ള, ഭഗവാനെ ശരണം പ്രാപിച്ച ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്നാണ് ഭഗവാനെ കുറിച്ച് കേൾക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഈ അമൃതം നമുക്ക് നുകരാൻ സാധിക്കുന്നില്ല. മാത്രമല്ല അത് വിഷമാണ് എന്ന് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നു. സർപ്പോച്ഛിഷ്ട പയോ യഥ എന്ന് പറയുന്നു. അഭക്തന്മാരിൽ നിന്ന് ഭാഗവതം ശ്രവിക്കുന്നത് ഏതുപോലെയാണ്? സർപ്പോച്ഛിഷ്ട പയോ യഥ. പയസ് എന്ന് പറയുന്നത് പാലാണ്. പാല് വളരെ നല്ലതാണ്. പാല് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആരോഗ്യം സംതൃപ്തിയും ഉണ്ടാകും. എന്നാൽ അത് സർപ്പോച്ഛിഷ്ടമാണെങ്കിലും, വിഷമുള്ള ഒരു സർപ്പം കുടിച്ചതിന്റെ ബാക്കി പാലാണെങ്കിലും, പാല് നല്ലതാണെങ്കിലും സർപ്പത്തിന്റെ ഉച്ഛിഷ്ടമായതുകൊണ്ട് അത് വിഷമുള്ളതാണ്. അതുപോലെ തന്നെയാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതം വളരെ ഏറ്റവും ഉന്നതമാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആത്മീയമായിട്ടുള്ള ആരോഗ്യവും സംതൃപ്തിയും ഉണ്ടാകും. എന്നാൽ ഭഗവാന്റെ ഭക്തിയില്ലാത്ത അഭക്തന്മാരിൽ നിന്നും ഭാഗവതം ശ്രവിച്ചാലോ സർപ്പോച്ഛിഷ്ട പയോയഥാണ്. സർപ്പോച്ഛിഷ്ടമായിട്ടുള്ള പാല് കുടിക്കുന്നത് പോലെയാണ്, വിഷമയമായിട്ട് മാറും. നമ്മുടെ ഉള്ള ഭക്തി പോലും നശിച്ചു പോകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പൃഥു മഹാരാജ വളരെ വ്യക്തമായി പറയുന്നു, എനിക്ക് അങ്ങയുടെ മഹത്തമാന്തർ ഹൃദയാൻമുഖാച്യുത, അങ്ങയുടെ ശുദ്ധഭക്തന്മാരിൽ നിന്നും വേണം ശ്രീമദ് ഭാഗവതം ശ്രവിക്കുന്നതിനായിട്ട്. അതിന് എനിക്ക് ലക്ഷക്കണക്കിന് ചെവികൾ ആവശ്യമാണ് എന്നും. കാരണം ഭഗവാന്റെ മഹാത്മ്യം ഒരിക്കലും അവസാനിക്കാത്തതാണ്. ആ മഹാത്മ്യം നിരന്തരം ശ്രവിക്കുന്നതിന് വേണ്ടി ആയുധം ലക്ഷക്കണക്കിന്, ദശലക്ഷം ചെവികൾ, കർണങ്ങൾ എനിക്ക് ആവശ്യമാണ്. ഇതാണ് എനിക്ക് വേണ്ട അനുഗ്രഹം എന്ന് പൃഥു മഹാരാജാവ് പറഞ്ഞു. അപ്പൊ പൃഥു മഹാരാജാവ് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? എനിക്ക് ജീവിതത്തിൽ എല്ലാ സമയത്തും ഭഗവാനെ കുറിച്ച് കേൾക്കാൻ സാധിക്കണം. അതും ഭക്തന്മാരുടെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട്, ഭക്തന്മാരുടെ കൂടെ ഇരുന്നു കൊണ്ട് എനിക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ സാധിക്കും. ആ ഭഗവാന്റെ പങ്കജ സുധ അമൃതം നുകരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഭൗതികമായിട്ട് വലിയ നേട്ടം ഉണ്ടാകുന്നതിനോ, എന്റെ രാജ്യം വികസിപ്പിക്കുന്നതിനോ, അതല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മുക്തി നേടുന്നതിനോ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പൃഥു മഹാരാജാവ് പറയുന്നത്. അല്ല, ചൈതന്യ മഹാപ്രഭുവും ഇതേ പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്. ന ജനം ന ധനം ന സുന്ദരീം കവിതാം വാ ജഗദീശ കാമേ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാ ഭക്തിർ അഹേതുജിതേ കൃപയാ തവ പാദ പങ്കജ സ്ഥിതധൂളി സദൃശം വിചിന്ത. അങ്ങയുടെ പാദത്തിലെ ഒരു പൊടിയായിട്ട് എന്നെ വെക്കണമെന്ന് പറയും. കാരണം എന്താണ്? ഭഗവാന്റെ പാദത്തിലാണ് ആ അമൃതം ഇരിക്കുന്നത്. ഭഗവാന്റെ പാദം മാധുര്യമുള്ളതാണ്. ഭഗവാന്റെ പാദത്തിൽ നിന്ന് എപ്പോഴും അമൃതം ഉതിർന്നു വരുന്നുണ്ട്. അത് നുകരാനാണ് ഭക്തന്മാർ ആഗ്രഹിക്കുന്നത് എന്ന് പറയും. അപ്പൊ പൃഥു മഹാരാജാവും ആ ഭഗവാന്റെ പാദാമൃതം നുകരുന്നതിന് വേണ്ടി, ഭക്തന്മാരുടെ ഹൃദയത്തിൽ നിന്ന് ശ്രവിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് കർണങ്ങൾ തനിക്ക് ആവശ്യമാണ് എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്നും ശ്രവിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് തനിക്ക് ലഭിക്കുന്നത് എന്ന് 25-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സ ഉത്തമ ശ്ലോകമഹന്മുഖച്യുതോ ഭവത്പദാംബോജ സുധാകണാനില സ്മൃതിം പുനർവിസ്മൃതതത്വവർത്മനാം കുയോഗിനാം നോ വിതരത്യലം വരേ. ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്നും ഭഗവാനെ കുറിച്ച് ഭാഗവതം ശ്രവിക്കുന്ന സമയത്ത് ഭഗവാനെ കുറിച്ചുള്ള സ്മൃതി ഉണർന്നു വരുമെന്നാണ് പറയുന്നത്. ഒരുപാട് ജന്മങ്ങളായി, കോടാനുകോടി ജന്മങ്ങളായി ആത്മാവ് ഭഗവാനെ മറന്ന് ജീവിക്കുകയാണ്. ആത്മാവ് ഉറക്കത്തിലാണ്. ഭഗവാനെ കുറിച്ചുള്ള ബന്ധം ഓർമ്മയില്ല. എങ്ങനെയാണ് ആ ഓർമ്മ തിരിച്ചു വരുന്നത്? ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ച് ആ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോയി അല്ലെ? വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓർമ്മ നഷ്ടപ്പെടുമെന്ന്, ഭഗവാനെ കുറിച്ചുള്ള സ്മൃതി നഷ്ടപ്പെടും എന്ന് ഭഗവാൻ ഗീതയിലും പറയുന്നത്. സ്മൃതി വിഭ്രമം, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശം. അങ്ങനെ ഭഗവാനെ കുറിച്ച് മറന്നു ജീവിക്കും. അങ്ങനെ മറന്നു ജീവിക്കുന്നവർക്ക് വീണ്ടും ഭഗവത് സ്മൃതി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്നും ഭാഗവതം ശ്രവിക്കുന്ന സമയത്ത് വീണ്ടും ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകും. ഭഗവാനുമായിട്ടുള്ള ബന്ധം
ഓർമ്മ വരും, ഓർമ്മ തിരിച്ചു കിട്ടും. അങ്ങനെ നിരന്തരമായിട്ട് ഭഗവാന്റെ ഭക്തിയിലേക്ക് തിരിച്ചു വരാനും സാധിക്കും. സ്മൃതിം പുനർവിസ്മൃതദത്തവർമ്മന. എല്ലാവർക്കും ഭഗവാനുമായിട്ട് ഓരോ തരത്തിലുള്ള ബന്ധമുണ്ട് എന്നാണ്. ചിലർ ഭഗവാന്റെ സുഹൃത്തുക്കളായിരിക്കാം, ചിലർ ഭഗവാന്റെ ദാസ്യ ഭക്തന്മാരായിരിക്കാം, ചിലർ ഭഗവാന്റെ വാത്സല്യ ഭക്തന്മാരായിരിക്കാം, ചിലർ ഭഗവാന്റെ മാധുര്യ ഭക്തന്മാരായിരിക്കാം. ഇതെല്ലാം ജീവാത്മാക്കൾക്ക് നേരത്തെ തന്നെ ഉള്ളതാണ്. അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് മറന്നുപോയതാണ്. ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്ന് കേൾക്കുമ്പോഴാണ് ഈ സ്മൃതി വീണ്ടും തിരിച്ചു വരുന്നത്, തിരിച്ചു കിട്ടുന്നത് എന്ന് പറയും. അങ്ങനെ ഭഗവാനുമായിട്ടുള്ള ബന്ധം വീണ്ടെടുക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ളത് എന്ന് പൃഥു മഹാരാജാവ് പറയും. അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ പാദത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ സാധിക്കുമെന്ന് പറയും. ഭഗവാന്റെ പാദത്തിന് കുങ്കുമപ്പൂവിന്റെ സുഗന്ധമാണ് ഉള്ളതെന്ന് പറയും. ഭഗവാന്റെ പാദത്തിന് അമൃതിന്റെ മധുരവും കുങ്കുമപ്പൂവിന്റെ സുഗന്ധവുമാണ് ഉള്ളത് എന്ന് പറയും. ഇത് രണ്ടും അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ അത് അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ തിരിച്ചു കിട്ടും. കാരണം ഇത് നേരത്തെ ഞാൻ അനുഭവിച്ചതാണ്. ആ ഒരു ഓർമ്മ തിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു അവസരം ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്ന് കേൾക്കാനുള്ള ഒരു അവസരം ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ഒഴിവാക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നാണ് 26-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടും അത് ഉപേക്ഷിക്കുന്നവൻ പശുവാണ്, അല്ലെങ്കിൽ ഒരു മൃഗതുല്യനായിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് പൃഥു മഹാരാജാവ് പറയുന്നത്. കാരണം എന്താണ്? ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് എന്താണ്? യശസ് ശിവം ശുശ്രവ ആര്യസംഗമേ. ആര്യസംഗമേ, ഭഗവാന്റെ ഭക്തന്മാരുടെ കൂടെ ഇരുന്ന് ആ ഭഗവാനെ കുറിച്ച്, സുശ്രവനായിട്ടുള്ള ഭഗവാനെ കുറിച്ച്, സുശ്രവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കീർത്തിമാനായിട്ടുള്ള വ്യക്തി ആരാണ്? അത് ഭഗവാൻ തന്നെയാണ്. കലാകാലങ്ങളായിട്ട് എല്ലാവരും ഭഗവാനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏറ്റവും കീർത്തിമാനായിട്ടുള്ള ആ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് എന്താണ്? യശസ് ശിവം. അത് ഏറ്റവും മംഗളകരമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഭക്തന്മാരുടെ സംഘത്തിലിരുന്ന്, ആര്യസംഗമേ, ഭക്തന്മാരുടെ സംഘത്തിലിരുന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടും അത് ഉപേക്ഷിക്കുന്ന വ്യക്തി പശുവാണ് എന്നാണ് പൃഥു മഹാരാജാവ് പറയുന്നത്. കഥം ഗുണജ്ഞോ വിരമേത് വിനാ പശു. ഒരു മൃഗമല്ലാതെ ഈ ഒരു അവസരം ഒഴിവാക്കുകയില്ല. അത്രയ്ക്കും സൗഭാഗ്യമാണ് ഭഗവാനെ കുറിച്ച് ഭക്തന്മാരിൽ നിന്നും കേൾക്കുന്നത് എന്ന് പറയും. അതിനൊരു ഉദാഹരണം പൃഥു മഹാരാജാവ് പറയുന്നു. ലക്ഷ്മി ദേവി പോലും ഭഗവാനെ കുറിച്ച് കേൾക്കാൻ വളരെയധികം ഉത്സുകയാണ് എന്നാണ് പറയുന്നത്. ലക്ഷ്മി ദേവി ഭഗവാന്റെ പാദസേവനം തുടർച്ചയായി ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ ലക്ഷ്മി ദേവി പോലും ഭക്തന്മാരിൽ നിന്നും ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിനും ഭഗവാനെ കുറിച്ച് പ്രചരിപ്പിക്കുന്നതിനും ആഗ്രഹിക്കുന്നു. ഗോപികമാരുടെ സംഘത്തിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മി ദേവിക്ക് ഏറ്റവും ആഗ്രഹമുള്ളത്. അതിനുവേണ്ടി ലക്ഷ്മി ദേവി വൃന്ദാവനത്തിൽ വന്ന് ആയിരക്കണക്കിന് വർഷം തപസ്സിരിക്കുന്നു. അതുകൊണ്ടാണ് ലക്ഷ്മി ദേവി പോലും ഭക്തസംഘത്തിലിരുന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. കേൾക്കാൻ മാത്രമല്ല, പ്രചരിപ്പിക്കാനും ലക്ഷ്മി ദേവിക്ക് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് ലക്ഷ്മി ദേവിക്ക് സ്വന്തമായിട്ട് ഒരു സമ്പ്രദായമുണ്ട്, അല്ലെ? സ്ത്രീ സമ്പ്രദായം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയിൽ നിന്നുള്ള സമ്പ്രദായമാണ്. അപ്പൊ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിനും ഭഗവാന്റെ മഹത്വം പ്രചരിപ്പിക്കുന്നതിനുമാണ് ലക്ഷ്മി ദേവിക്ക് പോലും താല്പര്യം. അപ്പോൾ അങ്ങനെ ഒരു അവസരം തനിക്കും കിട്ടണമെന്നാണ് പൃഥു മഹാരാജാവ് പറയുന്നത്. ആ ലക്ഷ്മി ദേവി ചെയ്യുന്നത് പോലെ അത്രയും താല്പര്യത്തോടു കൂടി, അത്രയും ആത്മാർത്ഥമായിട്ട് ഭഗവാനെ സേവിക്കണം. അങ്ങനെ ആ ഒരു സേവന ഭാവം എന്നിൽ ഉണ്ടാവണം. ഭഗവാന്റെ പാദസേവ ചെയ്യുന്നതിന് അത്രയും താല്പര്യം എനിക്കും ഉണ്ടാകണം. അതാണ് പൃഥു മഹാരാജാവ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അങ്ങനെ ലക്ഷ്മി ദേവിയോടൊപ്പം ചേർന്ന് ഭഗവാന്റെ പാദസേവനം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ലക്ഷ്മി ദേവിക്ക് എന്നോട് എന്തെങ്കിലും നീരസം തോന്നാനും സാധ്യതയുണ്ട് എന്ന് പൃഥു മഹാരാജാവ് വിചാരിക്കാം. അപ്പോൾ ഇത് ആത്മീയമായിട്ടുള്ള ഒരു രസമാണ്. ഈ ഒരു രസം ഒരിക്കലും ഭൗതിക തലത്തിലുള്ളതല്ല. ഭൗതിക തലത്തിൽ കലഹം എന്ന് പറയുന്നത് അസൂയയിൽ നിന്നുണ്ടാകുന്നതാണ്. ആത്മീയ ലോകത്തിലുള്ള കലഹം ഭഗവാനുമായിട്ടുള്ള പ്രേമത്തിൽ നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് അവിടെയുള്ള കലഹവും ആനന്ദത്തിലാണ്, ആനന്ദാംബുദ്ധി വർധനം. ആത്മീയ ലോകത്തിൽ കലഹമുണ്ടെങ്കിലും
അത് വേറെ നിലവാരത്തിലാണ്. അത് പ്രേമത്തിന്റെ നിലവാരത്തിലുള്ള കലഹമാണ്. അങ്ങനെ ഒരു കലഹം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം. ലക്ഷ്മി ദേവി പൃഥുമഹാരാജാവിനോട് കലഹിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയും. കാരണം എന്താണ്? രണ്ടുപേരും പാദസേവനത്തിന് വേണ്ടി മത്സരിക്കും. അപ്പോൾ അങ്ങ് എന്റെ ഭാഗത്ത് നിൽക്കണമെന്നാണ് പൃഥുമഹാരാജാവ് പറയുന്നത്. അങ്ങനെ ലക്ഷ്മി ദേവി എന്നോട് കലഹിക്കുകയാണെങ്കിൽ അങ്ങ് ദയവായിട്ട് എന്റെ ഭാഗത്ത് നിൽക്കണം. കാരണം എന്താണ്? എനിക്ക് വേറെ ആരുടെയും സഹായമില്ല. അങ്ങ് ആരാണ്? അങ്ങ് ദീനവത്സലനാണ്. ആരും സഹായിക്കാനില്ലാത്തവനെ സഹായിക്കുന്നവനാണ് അങ്ങ്. അതുകൊണ്ട് എനിക്ക് മറ്റാരുടെയും സഹായമില്ലാത്തത് കൊണ്ട് അങ്ങ് എന്റെ ഭാഗത്ത് നിൽക്കണം എന്നാണ് പൃഥുമഹാരാജാവ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പൃഥുമഹാരാജാവ് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നത് ലക്ഷ്മി ദേവിക്കുള്ളതുപോലെ ഉള്ള ആ ഒരു സേവന മനോഭാവം. ലക്ഷ്മി ദേവി നിരന്തരമായിട്ട് ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കും. ഭഗവാന്റെ ഹൃദയത്തിൽ ലക്ഷ്മി ദേവിക്ക് സ്ഥാനമുണ്ടെങ്കിലും ആ ഹൃദയത്തിലുള്ള സ്ഥാനം ഉപേക്ഷിച്ച് ലക്ഷ്മി ദേവി സ്വയം പാദത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊണ്ടിരിക്കും നിരന്തരമായിട്ട്. അങ്ങനെയുള്ള ഒരു സേവന മനോഭാവം തനിക്കും ഉണ്ടാകണമെന്നാണ് പൃഥുമഹാരാജാവ് പ്രാർത്ഥിക്കുന്നത്. തുടർന്നും പൃഥുമഹാരാജാവ് ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. സഞ്ജീവനി മാതാജി ജപിച്ചോളൂ. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. ഹരേ